ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ലീഗ് ഓഫീസിലെത്തി. സമകാലിക വിഷയങ്ങളെല്ലാം ചർച്ചയാകുമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. യോഗം കഴിഞ്ഞിട്ട് നമുക്ക് പരിഹരിക്കാം എല്ലാ കാര്യത്തിലും. അതിനാണ് നമ്മൾ വന്നത്. ആനുകാലികമായിട്ട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും, എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളാം. സമകാലിക സംഭവങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് പറയുന്നത്. നിരവധി കാര്യങ്ങളുണ്ട് ലീഗിനെ സംബന്ധിച്ച് ചർച്ചയാകാൻ. സമസ്തയിലെ പ്രശ്നമുണ്ട്. വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ ഭിന്നാഭിപ്രായം വന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനുണ്ട്. ഷബീർ ഒമർ ചേരുന്നുണ്ട്. ഷബീർ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതനുസരിച്ച് മീറ്റിംഗിന് ശേഷമേ പ്രതികരണം ഉണ്ടാകൂ. പക്ഷേ ആ പ്രതികരണം ഉറപ്പ് എന്ന രീതിയിലാണ് അദ്ദേഹം രാവിലെ സംസാരിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് സൂചിപ്പിച്ചോ? മീറ്റിംഗ് ആരംഭിച്ചോ? ധന്യ, രണ്ട് യോഗങ്ങളാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനത്ത് ചേരുന്നത്. ആദ്യം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി യോഗമാണ്. ഭാരവാഹി യോഗം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ ഈ ഭാരവാഹി യോഗം ഇപ്പോൾ ആരംഭിക്കും, അല്പസമയത്തിനകം ആരംഭിക്കും. അതിന് 11 മണിയോട് കൂടി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചേരും. ഈ പ്രവർത്തക സമിതിയിൽ ഈ സമകാലിക വിഷയങ്ങൾ കാര്യമായി ചർച്ചയാകില്ല. കാരണം അതിൽ 200-ലധികം അംഗങ്ങളുണ്ട്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയാണ് പ്രവർത്തക സമിതി വരുന്നത്. എന്തായാലും ഈ ഭാരവാഹി യോഗത്തിൽ സ്വാഭാവികമായും സമകാലിക വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതിനുശേഷം പ്രതികരിക്കാമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ യോഗത്തിന് വരുമ്പോൾ പറഞ്ഞത് വിവാദ വിഷയങ്ങളിലൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഈ ഓഫീസിന് മുമ്പിലടക്കം, ഈ ഓഫീസിനും ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. നേതൃത്വത്തിനെതിരെയായിരുന്നു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആ പോസ്റ്ററുകൾക്ക് ആധാരമായത് മുനമ്പം വിഷയം തന്നെയാണ്. ആ വിഷയം തന്നെയായിരിക്കും ഭാരവാഹി യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക. കാരണം മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് മുസ്ലിം മതസംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. ഈ മുനമ്പം ഭൂമി വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിലൊരു യോഗം വിളിച്ചത്. അതിനുശേഷം മുസ്ലിം ലീഗ് നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. മുനമ്പം ഭൂമി വിഷയം രമ്യമായി പരിഹരിക്കണം, അതിന് സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്, സർക്കാരാണ് പരിഹരിക്കേണ്ടത് എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. ഒപ്പം തന്നെ അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിയൊരുക്കരുത് എന്നായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ അതിന് പിന്നാലെ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ KM ഷാജി, ഒപ്പം തന്നെ MK മുനീർ, ET മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ വഖഫ് ഭൂമിയാണ്, മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ വഖഫിന്റേതാണോ അല്ലയോ എന്നുള്ളതിൽ പ്രതികരിക്കാതെ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് VD സതീശൻ പറഞ്ഞ കാര്യം വളരെ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് KM ഷാജിയും ET മുഹമ്മദ് ബഷീറും അത്തരത്തിൽ പ്രതികരണം നടത്തിയത്. സ്വാഭാവികമായിട്ടും അത് ചർച്ചയാവും. പക്ഷേ പരസ്യ പ്രതികരണത്തിന് ഇനി ഇല്ല എന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം പുറത്തേക്ക് എത്താൻ, മീറ്റിംഗിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്താനുള്ളൊരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടോ? യോഗത്തിന് ശേഷം സ്വാഭാവികമായും ആ വിഷയത്തിലൊരു ക്ലാരിറ്റി വരുത്തും ലീഗ് നേതൃത്വം. കാരണം അത് വലിയ തരത്തിൽ വിഭാഗീയതയ്ക്ക് വഴിവെച്ചു എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാനടക്കം കാരണമായത് ഈ നേതാക്കളുടെ പലവിധ അഭിപ്രായങ്ങളാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ കാരണമായത് എന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കടക്കം അക്കാര്യത്തിൽ അത്തരമൊരു വിലയിരുത്തലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ന് ഒരു ക്ലാരിറ്റി വരുത്തും. അതിനുശേഷം ഇതിൽ പരസ്യ പ്രതികരണം പാടില്ല, വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം പാടില്ല എന്ന് തന്നെയായിരിക്കും ലീഗ് നേതൃത്വം നിലപാടെടുക്കുക. മറ്റൊന്ന്, സമസ്ത വിഷയം ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് ഇന്നലത്തെ മുഷാവറ യോഗത്തിൽ വലിയ തരത്തിലുള്ള വാഗ്വാദം, ഇറങ്ങിപ്പോക്കടക്കമുണ്ടായ സാഹചര്യത്തിൽ ഈ സമസ്ത വിഷയവും ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ചർച്ചയാകും. അതുമായി ബന്ധപ്പെട്ടും ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുഷാവറ അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസി കഴിഞ്ഞ ദിവസം കൂടി ലീഗിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു ലീഗ്, അത് അപകടമാണ്, ലീഗിന് നല്ലതിനല്ല എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ യോഗത്തിന് ശേഷം എന്തായാലും മറുപടി പറയുമെന്നാണ് നേരത്തെ തങ്ങളും പ്രതികരിച്ചത്. അതിനായി നിൽക്കാം. എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞ പ്രവർത്തക സമിതി എന്നാണ് അറിയാൻ സാധിക്കുന്നത്.